ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ട്രൈ ഔട്ട് ആണ് കേട്ടോ. പനീറിന്റെ റെസിപ്പിയാണ്, പനീർ ബട്ടർ മസാല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ബട്ടർ ചിക്കൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ഔട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. അപ്പൊ ഫസ്റ്റ് ഞാൻ പനീർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം. ഇനി നമുക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും. അതിനുശേഷം ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 മീഡിയം സൈസ് സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂട്ടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗണിഷ് കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു 4 എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ആണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി എപ്പോഴും കുറവും പിന്നെ തക്കാളി കൂടുതൽ എടുക്കണം. ഈ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ തക്കാളിയുടെ ഫ്ലേവേഴ്സ് ആണ് കൂടുതൽ വേണ്ടത്. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയും എല്ലാതും നന്നായിട്ട് കുക്കായി വരണം. അതിനുശേഷം നമുക്ക് ഒന്ന് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് കുറുകി വരുന്ന വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മസാല ഉണ്ടല്ലോ, ആ പ്യൂരി, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പനീർ അത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് പനീർ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പനീർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ പനീർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ പനീറൊക്കെ നന്നായിട്ട് കുറുകിയുണ്ട്, വെന്തിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെ വേവിക്കാന്നും അറിയില്ല, അതുകൊണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാതും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്ര ഉള്ളൂ നമ്മളെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ വേറെ ഒരു ടേസ്റ്റ്നെസ്, ഇതിൻ്റെ വേറെ ടേസ്റ്റ്നെസ് കേട്ടോ. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ വെറൈറ്റീസ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.